ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ രൂപീകരിച്ച ബോർഡാണ് ഫാൻ അഡ്വൈസറി ബോർഡ്. കേരള ബ്ലാസ്റ്റേഴ്സിനിടയിലും ആരാധകർക്കിടയിലുമുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ ഫാബ് ഈ പ്രതിസന്ധി സമയത്ത് ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്, അതല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ ആ വലിയ സ്റ്റേറ്റ്മെന്റിലെ ചില പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 5 കാര്യങ്ങളിൽ അവർ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനോട് ക്ലാരിറ്റി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഉള്ള ഭാഗങ്ങൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വികാരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ലെറ്റർ പ്രസിദ്ധീകരിക്കുന്നത്. ഞങ്ങൾ സംഘടിപ്പിച്ച സർവേയിൽ 416 ആരാധകർ പങ്കെടുത്തു. അതിൽ 75% ആളുകളും വിശ്വസിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മോശം അവസ്ഥക്ക് കാരണം അത് മാനേജ്മെന്റും അവരുടെ തീരുമാനങ്ങളും ആണ് എന്നാണ്. മാത്രമല്ല 78% ആളുകളും വിശ്വസിക്കുന്നത് ടീമിനകത്തും മാനേജ്മെന്റിലും പൂർണ്ണമായ അഴിച്ചുപണി ആവശ്യമാണ് എന്നാണ്. ഈ ഒരു വികാരം അത് ആരാധകർക്കിടയിൽ മാത്രമല്ല, ടീമിന്റെ മുൻ ക്യാപ്റ്റനായ ജസൽ ഇത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ യോഗത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുവെങ്കിലും തിരുത്താൻ ആവശ്യമായ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടതായി ഞങ്ങൾ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 5 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. അത് ഇങ്ങനെയാണ്: ഒന്നാമത്തേത്, താരങ്ങളെ ടീമിലെത്തിക്കുന്നതിലും നിലനിർത്തുന്നതിലും ഉണ്ടായ ആവർത്തിച്ചുള്ള പരാജയങ്ങൾ കാരണവും വ്യക്തമായ ദീർഘകാല കാഴ്ചപ്പാടിന്റെ അഭാവം മൂലവും സ്പോർട്ടിംഗ് ഡയറക്ടറെ ഉടനടി മാറ്റുക. അതായത് സ്കിൻകിസിനെ പുറത്താക്കണം എന്നാണ് ഒന്നാമത്തെ ആവശ്യമായിക്കൊണ്ട് ഇപ്പോൾ ഫാബ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി 2, ക്ലബിലെ ഉന്നത നേതൃത്വവുമായി വ്യക്തിപരമായോ കുടുംബപരമായോ ബന്ധമുള്ള വ്യക്തികളുടെ സ്ഥാനങ്ങൾ പുനഃപരിശോധിക്കുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യുക. നെപ്പോട്ടിസത്തെക്കുറിച്ചുള്ള ഗുരുതരമായ പരാതികൾ പരിഹരിക്കാൻ സുതാര്യതയും പ്രൊഫഷണലിസവും ഉറപ്പാക്കിക്കൊണ്ട് മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള നിയമനങ്ങൾ നടത്തുക. ഇതാണ് രണ്ടാമത്തെ ആവശ്യം. അതായത് അഭിക് ചാറ്റർജി അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ ടീമിനകത്തേക്ക് അഥവാ ക്ലബിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പരിശോധിക്കണം, എന്നിട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇങ്ങനെ കുടുംബക്കാരെ തിരികെ കയറ്റുന്ന പരിപാടി അവസാനിപ്പിക്കണം. എന്നിട്ട് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് വ്യക്തികളെ നിയമിക്കേണ്ടത് എന്നാണ് ഫാബ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത്, ഫുട്ബോൾ പ്രവർത്തനങ്ങളിലും വാണിജ്യ മാനേജ്മെന്റിലും പ്രാവീണ്യമുള്ള പരിചയസമ്പന്നരായ ഫുൾ ടൈം എക്സിക്യൂട്ടീവുകളെ പ്രധാന നേതൃസ്ഥാനങ്ങളിൽ നിയമിക്കുക. അവർക്ക് വ്യക്തമായ ഉത്തരവാദിത്വവും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരവും നൽകുക. അതായത് നല്ല എക്സ്പീരിയൻസ് ഉള്ള എക്സിക്യൂട്ടീവുമാരെ നിയമിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇനി നാലാമത്തേത്, അടുത്ത സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കിരീടത്തിനായി പോരാടുന്ന ശക്തമായ ഒരു ടീമാക്കി മാറ്റുക. ആ ഒരു ലക്ഷ്യത്തോടെ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുന്ന വ്യക്തമായ ഒരു സ്ക്വാഡ് റീബിൽഡ് സ്ട്രാറ്റജി നടപ്പിലാക്കുക. അതായത് നല്ല ഒരു ടീമിനെ പടുത്തുയർത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്. 5, എക്സിക്യൂട്ടീവ് നേതൃത്വത്തിന്റെ നിലവാരത്തിൽ പ്രകടമായ മാറ്റം കൊണ്ടുവരിക. ക്ലബിന്റെ അഭിലാഷവും പ്രൊഫഷണലിസവും ആരാധകരുടെ പ്രതീക്ഷകൾക്കൊത്തുള്ള ദീർഘകാല കാഴ്ചപ്പാടും ഇതിൽ പ്രതിഫലിക്കണം. അതായത് ക്ലബിന്റെ തലപ്പത്ത് കാര്യമായ മാറ്റങ്ങൾ വേണം എന്നാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ 5 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിന്റെ ബാക്കി ആയിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത് ഇങ്ങനെയാണ്: ഈ കത്ത് നിസാരമായി കാണരുത്. ആരാധകർ സഹി കെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇത്. ഞങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഞങ്ങളുടെ ഈ സ്ഥാനങ്ങളെക്കുറിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് ഫാബ് ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. അതായത് ഈ ആവശ്യപ്പെട്ട 5 വിഷയങ്ങളിൽ കൃത്യമായ പരിഹാരം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സ്ഥാനമാനങ്ങൾ തങ്ങൾ രാജിവെച്ചേക്കാം, ഫാബിൽ നിന്നും പുറത്തു പോയേക്കാം എന്നൊക്കെയാണ് ഈ അംഗങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് അതല്ലെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയം തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.